കൊച്ചി വൈപ്പിനിൽ പലയിടത്തായി ഗതാഗത നിയന്ത്രണം ശക്തമാക്കി പൊതുമരാമത്ത് വകുപ്പ്. വിവിധ സ്കൂളുകളുടെ ഭാഗത്തായി സിഗ്സാഗ് ലൈനുകൾ വരച്ചു. നിയന്ത്രണം ശക്തമാക്കിയെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ലെന്നും പരാതിയുണ്ട്. വൈപ്പിനിൽ വിവിധ സ്കൂളുകളുടെ പരിസരത്താണ് സിഗ്സാഗ് വരകൾ വരച്ചിട്ടിരിക്കുന്നത്. സിഗ്സാഗ് വരകൾ രേഖപ്പെടുത്തിയിടങ്ങളിൽ ഒരിക്കലും വാഹനങ്ങൾ വേഗത്തിൽ പോകാനോ നിർത്താനോ പാർക്ക് ചെയ്യാനോ പാടില്ല എന്നാണ് നിയമം. ഈ മേഖലയിൽ മറ്റു വാഹനങ്ങളെ മറികടന്നു പോകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്നാൽ സ്കൂൾ കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന റോഡുകളായിരുന്നിട്ടും പലപ്പോഴും ഇത് പാലിക്കപ്പെടുന്നില്ല. പലർക്കും സിഗ്സാഗ് വരകളെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓവർടേക്കിംഗ് പാടില്ലെന്ന മുന്നറിയിപ്പുമായി നീളത്തിൽ വരച്ചിട്ടുള്ള വെള്ളവര എല്ലാ റോഡുകളിലും പ്രത്യക്ഷമാണ്. എന്നാൽ ടൂ വീലറുകൾ പലപ്പോഴും സീബ്ര ലൈനുകളെ അലക്ഷ്യമായി മുറിച്ചു കടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. റോഡ് മുറിച്ചു കടക്കാൻ ആളുകൾ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരാറുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ റോഡിന്റെ മധ്യഭാഗത്തുകൂടെ പോകുന്നതും വീതി കുറഞ്ഞ റോഡരികിൽ അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഗതാഗതക്കുരുക്കിനും കാരണമാകാറുണ്ട്. വൈപ്പിനിലെ പല പ്രദേശങ്ങളിലും ഇത്തരം നിയമലംഘനങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതെന്താണ് റോഡിനിരുവശത്തും കുറെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വരകളെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വരകളല്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇതാണ് സിഗ്സാഗ് വരകൾ. അതായത് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് പൊതുമരാമത്ത് വകുപ്പാണ് ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത്. സ്കൂളുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്, വീതി കുറവുള്ള റോഡുകളൊക്കെയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും സിഗ്സാഗ് വരകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. തുടർച്ചയായ നിയമലംഘനം നടന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരം നടപടികളിലേക്ക് കടന്നത്. എന്നാൽ നമ്മൾ വന്ന കുറച്ച് സമയത്തിനകം തന്നെ ഇതുവഴി കടന്നുപോയത് അമിത വേഗത്തിൽ നിരവധി വാഹനങ്ങളാണ്. നിയമം നടപ്പിലാക്കുന്നതിനൊപ്പം പാലിക്കുക കൂടി ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.